അപ്പം ദേ നമ്മുടെ മാങ്ങ ഇന്നലെ ഇടാനൊത്തില്ല കേട്ടോ, അത് കാരണം അതെടുത്തിട്ട് അപ്പം ഇത് കണ്ടോ, മാങ്ങ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു കേട്ടോ, കാരണം ഇന്നലെ പിന്നെ നേരം കിട്ടിയില്ല. അപ്പോൾ ഉപ്പ് തിരുമിയിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചായിരുന്നു. ഇനി അതിനകത്തോട്ട് എന്തൊക്കെ ഇടണ്ടേന്ന് ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ പരിപാടി കേട്ടോ. ഇനി അതിൻ്റെ അകത്തോട്ട് കുറച്ച് കരിയാപ്പില, നമുക്ക് ഇതിനാവശ്യത്തിന് മുളക് പൊടി, ഇത് നമ്മുടെ കായത്തിൻ്റെ പൊടി, ഇത് നമ്മുടെ ഉലുവാപ്പൊടി, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത് നമ്മുടെ കായത്തിൻ്റെ പൊടി, കാണിക്കട്ടെ മിണ്ടല്ലേ, ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമ്മാ കുത്തിച്ചതച്ച് വെച്ചേക്കുന്ന കേട്ടോ അത്, ഇത് നമ്മുടെ കടുക് ചുമ്മാ വെയിലത്ത് വെച്ചിട്ട് ഒന്ന് നമ്മുടെ ചിരട്ട വെച്ചൊന്ന് ഉടച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിയും കേട്ടോ, ഇങ്ങനെ ആക്കി വെച്ചേക്കുന്നതാണേ. ഇതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി തിരുമ്മിയതാണേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2 തുള്ളി വെളിച്ചെണ്ണ വെറുതെ ഒന്ന് തിരുമാൻ, ആ മുളകൊക്കെ ഒന്ന് തിരുമാൻ എളുപ്പത്തിന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ ഒന്ന് ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പം അച്ചാറുകൾ കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. മറിയും മിണ്ടല്ലേ, അച്ചാറുകൾ കഴിഞ്ഞു കേട്ടോ. ഇത് നന്നായിട്ടങ്ങ് ഞെരടണം, കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ടൊന്നും ഞെരടിയാൽ ശരിയാവില്ല. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. നന്നായിട്ട് മിക്സായിട്ട് നമുക്ക് ചുമ്മാ കുപ്പിയിലിട്ട് അടച്ച് വെച്ചാൽ മതി, ഒന്നും പറ്റില്ല കേട്ടോ. അത്ര അടിപൊളിയായിട്ടിരിക്കുവേ. കാരണം ഞാനും ആദ്യം ഇത് സംശയിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞു ഒന്നും സംഭവിക്കില്ല, എന്നാൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് 2 മാസമായിട്ട് ഒരു കുഴപ്പമില്ലേ. ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ചേച്ചി അന്ന് എന്നോട് പറഞ്ഞു, എടി ഞാൻ ചോദിച്ചു ചേച്ചി ഇതിങ്ങനെ ആക്കി വെച്ചാൽ കേട് വന്നു പോലും. അപ്പോൾ എടി കേട് വരില്ല, ധൈര്യമായിട്ട് നീ വെച്ചോന്ന്. അങ്ങനെ ഞാൻ വെച്ചു, പക്ഷേ ഒരു കുഴപ്പവും പറ്റിയില്ല കേട്ടോ. അത്ര അടിപൊളിയായിട്ടിരിക്കുന്നേ. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ഉണ്ടാക്കി വയ്ക്കുക. തീയും വേണ്ട, പുകയും വേണ്ട, വിനാഗിരിയും വേണ്ട, ഓയിലും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങ് ഇട്ടിട്ട് ഇനി കുപ്പിയിലോട്ട് എടുത്ത് അടച്ച് വെച്ചാൽ മതിയേ. അപ്പം ദേ നമ്മുടെ അച്ചാർ കണ്ടോ, ഇത് ഒരാഴ്ച നമുക്ക് ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. നല്ല കടുകിൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ വരും. അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ അടിപൊളിയായിരുന്നു എന്ന്. ഇപ്പം എന്തായാലും മാങ്ങ ഉണ്ടല്ലോ ഇഷ്ടം പോലെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.